ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വിവാഹിതരായവർ വിവാഹം കഴിക്കരുതെന്ന് അവിവാഹിതരോട് പറയുന്നത് എന്തുകൊണ്ട്? അതിനു പിന്നിലെ ഉത്തരം തമാശയായാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിനു പിന്നിലും ചില വസ്തുതകളുണ്ട്. അതിനു പിന്നിലെ കാരണം നേരത്തെയുള്ള വിവാഹമാണെങ്കിൽ അയാൾക്ക് തന്റെ വിവാഹത്തിനും അതിനുശേഷമുള്ള ജീവിതത്തിനും അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള കാശ് സമ്പാദിക്കാൻ സമയം ലഭിക്കില്ല. ചില ആളുകൾക്ക് കല്യാണം വലിയ തലവേദന ഉണ്ടാക്കുന്നു. ചിലർക്ക് ഇത് വഞ്ചനയോ വിവാഹമോചനത്തിന്റെയോ രൂപത്തിലായിരിക്കും. ഉദാഹരണമായി, ഒരു പെൺകുട്ടി രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു വിജനമായ സ്ഥലത്ത് നടന്നുപോയി. അവിടെ വെച്ച് അവൾ പീഡിപ്പിക്കപ്പെട്ടു. ആ പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികളോട് രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കരുത് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ ഒന്ന് മോശമായത് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വിവാഹിതൻ അവിവാഹിതനോട് വിവാഹം കഴിക്കരുത് എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചതുകൊണ്ട് അയാൾക്ക് മോശമായി എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷെ നല്ലൊരു ബന്ധമായിരിക്കില്ല അയാൾക്ക് തന്റെ ഭാര്യയുമായി ഉണ്ടാവുക. അല്ലെങ്കിൽ അയാൾ വിവാഹമോചിതനായിരിക്കും. അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ അയാൾ സന്തോഷവാനായിരിക്കില്ല. വിവാഹം കഴിച്ചതിൽ അയാൾ ദുഃഖിക്കുന്നുണ്ടാവും. വിവാഹത്തിനു ശേഷം ഒരു കുഞ്ഞുണ്ടായാൽ സാധാരണയായി ഭാര്യയുടെ എല്ലാ ശ്രദ്ധയും അന്നു മുതൽ ഭർത്താവിൽ നിന്ന് കുഞ്ഞിലേക്ക് മാറുന്നു. വിവാഹിതൻ അവിവാഹിതനോട് വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത് ചിലപ്പോൾ അവിവാഹിതൻ മോശക്കാരനായതുകൊണ്ടായിരിക്കാം. വിവാഹം ഒരു പവിത്ര ബന്ധമാണ്. അത് നശിപ്പിക്കരുത് എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ വിവാഹത്തിനു ശേഷം കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാവാൻ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേക്കാം. വിവാഹത്തിനു ശേഷം ഉത്തരവാദിത്വം കൂടും. ഭാര്യയുടെയും കുട്ടികളുടെയും ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടി വരും. ഭാര്യയുടെ കുടുംബാംഗങ്ങളോട് മാന്യമായി പെരുമാറേണ്ടി വരും. ചിലപ്പോൾ അവരെ സഹായിക്കേണ്ടി വരും. അവരുടെ വീട്ടിലെ മംഗള കർമ്മങ്ങൾക്ക് പോവേണ്ടി വരും. ചിലപ്പോൾ മദ്യപിക്കുന്നവർക്ക് അതിനൊരു നിയന്ത്രണം വിവാഹം കാരണം വന്നേക്കാം. ചിലപ്പോൾ വളരെ മോശമായി ജീവിക്കുന്ന തന്റെ കൂട്ടുകെട്ടിലുള്ള ഒരാൾ നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സുഹൃത്തിന്റെ ഉപദേശമായിരിക്കാം ഇത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.